ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ മാംഗോ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 4 മാംഗോയാണ് എടുത്തിട്ടുള്ളത്. നല്ല പകുത്ത മാംഗോ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മൾ 4 പകുത്ത മാംഗോ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തോല് ചെത്തണം. എല്ലാ മാംഗോൻ്റെ ഒരു തോലുണ്ടാവൂലേ, ആ തോല് ചെത്തിയെടുക്കുക. അങ്ങനെ 4 മാംഗോൻ്റെ തോലും ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജാറിൽ ഇതിങ്ങനെ കൊള്ളാത്തതുകൊണ്ട് നമ്മൾ കഷ്ണമാക്കി മുറിച്ചാണ്ട് എടുക്കുകയാണ്. ഓരോ മാംഗോ കഷ്ണമാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മളെല്ലാ മാങ്ങയും മുറിച്ചെടുത്തിട്ടുണ്ട്, 4 മാങ്ങയും. ഇനി ഒരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് മാംഗോ ആഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് വാട്ടർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ മാംഗോ മിക്സ് ചേർക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം പറഞ്ഞ് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പാല് തിളപ്പിക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 3.5 സ്പൂണാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പാൽ റെഡിയായി. ഇനി ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇത് 50 രൂപയാണ് ഈ ചൈന ഗ്രാസിന് വരുന്നത്. നമ്മൾ അത് പൊട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഒരു വെള്ള കളറിലാണ് ഈ ചൈന ഗ്രാസ് വരിക. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുകയാണ്. ആ പാക്കറ്റിലത്തെ മുഴുവൻ ചൈന ഗ്രാസും നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് തിളപ്പിച്ച വെള്ളത്തിൽ ഈ ചൂടുവെള്ളത്തിൽ അലിഞ്ഞ് പോകും. അങ്ങനെ ഫുള്ള് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മാംഗോ മിക്സ് ചെയ്തതിലേക്ക് നമ്മളെ നേരത്തെ ഉണ്ടാക്കി വെച്ച പാല് ചേർക്കുകയാണ്. ഇനി അത് രണ്ടും മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഇനി മിൽക്ക് മെയ്ഡ് പറഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചൈന ഗ്രാസിൻ്റെ വെള്ളം കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇനി ഒരു ട്രേ എടുത്ത് അതിലേക്ക് നമ്മളെ മാംഗോ പുഡിങ്ങിൻ്റെ ഇത് മിക്സ് പറഞ്ഞു കൊടുക്കാം. നമ്മൾ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. 2 ട്രാക്ക് ഉണ്ടാക്കാനുള്ളതുണ്ട്. അപ്പോൾ ഒരു ട്രേ റെഡിയായി. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്.
അടുത്ത ട്രയൽ കൂടി ഒഴിക്കാം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ 2 മാംഗോ പുഡിങ്ങിൻ്റെ ട്രേ ഉണ്ട്. ഇനി നമുക്ക് ഇത് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം രണ്ടും റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി പുഡിങ്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.